ക്രൈസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 39:4. അതിന് മറുപടിയായി ഹിസ്കിയാവ് പറഞ്ഞത്, എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്തതായി ഒരു വസ്തുവും ഇല്ല എന്നുത്തരം പറഞ്ഞു. എന്താ അവിടെ ഇത്രമാത്രം കാണുവാനുള്ളത്? ഹിസ്കിയാവ് തൻ്റെ പ്രൗഢിക്ക് ഒത്തവണ്ണം അതാത് തരം പാണ്ഡികശാലകളും ഭണ്ഡാരശാലകളും തൊഴുത്തുകളും ആയുധശാലകളും എല്ലാം പണിതിരുന്നതിന് പുറമെ വളരെ ശ്രദ്ധേയമായ നിലയിൽ ഡിസൈൻ ചെയ്ത് പണി കഴിപ്പിച്ച ഗീഹോൻ നദിയിലെ വെള്ളത്തെ സപ്ലൈ ചെയ്ത്, അതായത് ദാവീദിൻ്റെ പട്ടണമായ ജെറുസലേമിലേക്ക് സപ്ലൈ ചെയ്തത് അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പണികൾ കാണുവാൻ വളരെ മനോഹരമായതുകൊണ്ട് തന്നെ അനേകം ആളുകൾ ഇത് കാണുവാൻ വരാറുണ്ടായിരുന്നു. ദൈവം തനിക്ക് നിരവധി സമ്പത്ത് നൽകിയിരുന്നത് കൊണ്ട് തന്നെ പണികളെല്ലാം വളരെ ഗംഭീരമായ നിലയിലായിരുന്നു. മറ്റുള്ളവർ വന്ന് തൻ്റെ പണികൾ കാണുന്നതിൽ വളരെയധികം സന്തോഷവും താല്പര്യവും ഉണ്ടായിരുന്നതിന് പുറമെ തൻ്റെ ഈ പ്രവൃത്തിയിൽ സംതൃപ്തി അടയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഹിസ്കിയാ രാജാവ് എന്ന് പറയുന്നത് തന്നെ. ഈ സ്വഭാവം തനിക്ക് ഒരു വിനയായി മാറുകയാണ് ചെയ്തത്. എന്താണ് ആ വിനയായി മാറിയ ആ സ്വഭാവം എന്ന് പറയുന്നത്? പലരും ആണല്ലോ ഇത് കാണുവാൻ വരുന്നത്. ആരൊക്കെയാണ്, എങ്ങനെയുള്ളവരാണ് ഇതെല്ലാം കാണാൻ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഈ വന്നവർ എങ്ങനെയുള്ളവരൊന്നും നമുക്ക് അറിയാൻ കഴിയത്തില്ലല്ലോ. ഒരു കൂട്ടർ വന്ന് കണ്ടുപോയതിന് തൊട്ട് പിറകെ ദൈവം അയച്ചിട്ട് വന്ന യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് ചോദിച്ചതിൻ്റെ മറുപടികളാണ് ഇവിടെ നമ്മൾ വായിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഹിസ്കിയാവിനോട് യെശയ്യാവ് ചോദിച്ചു, ആരാ ഇപ്പോൾ വന്നത്? എവിടത്തുകാരാ വന്നത്? അവർ എന്തൊക്കെ ഇവിടെ കണ്ടു? അവർ എന്തൊക്കെ പറഞ്ഞു? എന്തൊക്കെ ചോദിച്ചു? എല്ലാം വിശദീകരിച്ച് പ്രവാചകൻ പറയുകയാണ്. തെല്ല അഹങ്കാരത്തോടും അല്ലെങ്കിൽ അഹങ്കാരത്തോടും ഗമയോടും സന്തോഷത്തോടും ഇതിനെല്ലാം മറുപടി, അതിന് ഉപരിയായി ദൈവം തന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ വിധത്തിൽ ഉള്ള ഒരു ചെറിയ ഗമയോടുമൊക്കെ അദ്ദേഹം പറഞ്ഞ മറുപടിയാണിത്. എൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ അവർ ഇനി കാണാത്തതായി ഒന്നുമില്ല. അത് പറഞ്ഞത് തീർന്നു. ആ സംഭവം അതോടുകൂടി നമുക്കറിയാം. നെബൂഖദ്നേസറിൻ്റെ ചരിത്രം നാം ഒരിക്കലും മറന്നു പോകരുത് എന്ന് വിചാരിച്ചാലും സന്ദർഭങ്ങൾ വരുമ്പോൾ പലപ്പോഴും നാം മറന്നു പോകുന്നവരാണ്. അപ്പോൾ ഇപ്രകാരമുള്ള സ്വഭാവങ്ങൾ നമുക്ക് വിനയായി തന്നെ വരുവാനിടയായിത്തീരും. ഇവിടെ ഹിസ്കിയാവിന് പറ്റിയതും അത് തന്നെയാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ തൻ്റെ പ്രവാചകൻ്റെ നിലയിലേക്ക് മടങ്ങി വരുവാനിടയായിത്തീരുന്നു. അതായത് ഇതുവരെ സ്നേഹിച്ച് സന്തോഷിച്ച് സംസാരിച്ചിരുന്ന ആ സ്വഭാവത്തിനും രീതിക്കും ഭാവത്തിനും എല്ലാം ഒരു വ്യത്യാസമാകുവാനിടയായിത്തീർന്നു. എന്നിട്ടെന്ത് ചെയ്തു? വളരെ ഗൗരവത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം ഹിസ്കിയാ രാജാവിനോട് അറിയിക്കുകയാണ്. എന്താണെന്ന് അറിയുമോ? നിൻ്റെ രാജസന്നിധിയിൽ ഉള്ളത് എല്ലാം നീയും നിൻ്റെ പിതാവും സമ്പാദിച്ചതും സംരക്ഷിച്ചതുമായിട്ടുള്ള എല്ലാം ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന ദിവസം വരും. മാത്രമല്ല നിൻ്റെ തലമുറകളും ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. വളരെ ശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ സന്ദേശമായിരുന്നത്. ദൈവം പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അവരിൽ വന്നു പോയിട്ടുള്ള പോരായ്മകൾ, വീഴ്ചകൾ, താഴ്ചകൾ, ഉയർച്ചകൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്തിയും അനുസരണവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, വിശ്വാസത്തെ ത്യജിച്ചതുമായിട്ടുള്ള അനേക കാര്യങ്ങൾ, ദൈവഭക്തിയും ഭയവും എല്ലാം അവരുടെ ജീവിതത്തിലൂടെ ദൈവം നമ്മെ കാണിച്ചു തരുന്ന ഒരുപാട് വേദഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. അതിലൂടെ ദൈവം തരുന്ന സന്ദേശം എന്ന് വെച്ചാൽ അതിലൂടെ നമുക്ക് ആവശ്യമായ ഗുണപാഠങ്ങൾ നാം തന്നെ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഹിസ്കിയാവിൻ്റെ ലൈഫിലും ഇപ്രകാരം സ്വഭാവം, ആ ഹിസ്കിയാവിൻ്റെ ലൈഫിലൂടെ നമുക്ക് കിട്ടിയ ഗുണപാഠം എന്താണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്? എല്ലാവരോടും നാം എല്ലാം തുറന്നു പറയരുത്. എല്ലാവരോടും ദൈവം തന്ന നന്മ ആയാൽ പോലും നാം എല്ലാവരെയും അത് കാണിക്കുവാൻ നിൽക്കരുത്. എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുത്. നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാവരും ഇപ്രകാരമാണെന്നും നമുക്ക് അനുകൂലമാണെന്നും നമുക്കൊന്നും പറയുവാൻ കഴിയുകയില്ലല്ലോ. സ്നേഹത്തോടെ ഓരോന്നും നമ്മോട് ചോദിച്ചു മനസ്സിലാക്കും. നാം എന്ത് ചെയ്യും? വിശദീകരിച്ച് ദൈവം ചെയ്ത ഉപകാരങ്ങളെല്ലാം
വളരെ ഗമയോടെ അങ്ങ് പറഞ്ഞു വിടുവാനിടയായിത്തീരും. ഒരു പക്ഷേ നമുക്ക് തരുവാൻ വേണ്ടി കൊണ്ടുവന്ന നന്മ പോലും അവർ മടക്കി കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. എന്തുകൊണ്ടാണ്? ദൈവം ഇത്രയൊക്കെ അവർക്ക് ഉപകാരം ചെയ്തല്ലോ, ഇനിയിപ്പോൾ നമ്മുടേതായ ഈ ചെറുത് എന്ത് ചെയ്യാൻ അവർക്ക്, അതുകൊണ്ട് അത് ദൈവം കൊടുത്തതൊക്കെ മതി, ഇനി ഞങ്ങളും കൂടെ കൊടുത്തിട്ട് അത് അധികമായി പോകാൻ ഇടയായിത്തീരും, അതുകൊണ്ട് വേണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചിട്ട് അവരത് മടക്കുകയും മറ്റുള്ളവരോട് ഒരു പക്ഷേ അവരുടെ നന്മ പോലും മുടങ്ങിപ്പോകുന്ന സാധ്യതകൾ വരുവാൻ ഇടയായിത്തീരുന്നു. ഇതാണ് ലോകം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ സ്നേഹത്തോടെ ഓരോന്ന് നമ്മോട് ചോദിക്കുമ്പോൾ വിവേകത്തോടെ നമുക്ക് ഒന്നും പറയാതെ ഇരിക്കാം എന്ന് ശ്രമിക്കാം. പക്ഷെ നാം അത് തീരുമാനിച്ചാലും സമയമാകുമ്പോൾ നാം ഇതെല്ലാം മറന്നു പോകുന്ന സാഹചര്യമാണ് വരുന്നത്. അപ്രകാരം ഉണ്ടാകുന്ന ആ മറവി നമുക്ക് ഒരുപാട് നഷ്ടം വരുത്തി വയ്ക്കുവാൻ ഇടയായിത്തീരും. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നാം ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റുവാൻ ഇടയാക്കരുത്. ദൈവിക പ്രവർത്തികൾ പറയേണ്ടവരോട് മാത്രം നമുക്ക് പറയാം. എല്ലാവരും നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ലല്ലോ. എല്ലാവരുടെ മുന്നിലും എല്ലാം നാം തുറന്നു പറയുന്ന സ്വഭാവത്തെ നമുക്ക് മാറ്റിവെക്കാൻ നല്ലതായിരിക്കും. എന്നാൽ നമുക്ക് നമ്മെ തന്നെ സംരക്ഷിക്കുവാനും നമ്മെ തന്നെ സൂക്ഷിക്കുവാനും സേവ് ചെയ്യുവാനും ഒക്കെ ഇടയായിത്തീരും. നമ്മുടെ മുന്നിൽ വരുന്നവരെ വിവേചിക്കുവാനും നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ തിരിച്ചറിയുവാനുമുള്ള ദൈവിക കൃപകൾക്ക് വേണ്ടിയും ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഈ വേദഭാഗങ്ങളാൽ നമ്മൾ വായിക്കുന്ന വചന സത്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിനുമൊക്കെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വേദഭാഗങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.